ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പാടത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ അതിൽ അരച്ചാക്ക് നെല്ല് ബാലൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇനി എന്ത് ചെയ്യും, അതെന്ത് പ്രിപ്പറേഷനാണ് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കെന്ന് വെച്ചാൽ അത് പച്ച കുത്തിക്കാന്ന് പറഞ്ഞു കേട്ടോ. പച്ച കുത്തിക്കാന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയില്ല ഇതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഹസ്ബൻഡിന് ഓൾറെഡി പാടവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ആൾക്ക് നല്ല അതിനെക്കുറിച്ച് നോളേജൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു നമുക്കത് ഷീറ്റിലിട്ട് ഉണക്കി നമുക്കത് പച്ച കുത്തിച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി, ദോശ അങ്ങനത്തെ നല്ല പലഹാരങ്ങൾ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാം. പിന്നെ വിഷരഹിതമായ നമ്മുടെ പാടത്തുണ്ടാകണ നെല്ലുകൊണ്ട് നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനും പ്രത്യേക രുചിയാന്നൊക്കെ ഭയങ്കര ഫിലോസഫി ആയിട്ട് പറഞ്ഞു കേട്ടോ ഹസ്ബൻഡ്. അപ്പോൾ ശരി നമുക്കങ്ങനെ വെച്ച പച്ച കുത്തിക്കാം. അങ്ങനെ ഞാൻ ഈ ഷീറ്റിലേക്ക് ഇടുമ്പോൾ തന്നെ ആദ്യം കാണിച്ചത് ഇങ്ങനെ മുറം വീശണതില്ലായിരുന്നേ. അത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ മുറം വീശുമ്പോൾ ഈ നെല്ല് ഇതിലേക്ക് ഇടുമ്പോൾ കുറേ പതിരുകൾ പറന്ന് പോകട്ടാം. ഈ വെയിറ്റുള്ള നെല്ല് മാത്രമാണ് ഒറിജിനൽ നെല്ല്, അല്ലാത്ത വെയിറ്റില്ലാത്ത നെല്ലൊക്കെ ഇങ്ങനെ പറന്ന് പോകും. ഏകദേശം ഒരു നെല്ലിൻ്റെ പോലെ തന്നെയാണ് ആ പതിരൊക്കെ കാണാം. അപ്പം നമ്മളിങ്ങനെ ഇടുമ്പോൾ ബലമില്ലാത്ത ഇതൊക്കെ പറന്നു പോയി. അപ്പം അങ്ങനെ ഹസ്ബൻഡ് നെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വൈക്കോലൊക്കെ ഇടുന്നുണ്ട്. ഹസ്ബൻഡ് പറയുന്നുണ്ട് ഭയങ്കര മോശമാണ്, കൂടുതലും പതിരാണ് കിട്ടിയിരിക്കണേന്നൊക്കെ കേട്ടോ. ഏകദേശം അരച്ചാക്ക് നെല്ല് ഞങ്ങൾ പയൽക്കൊക്കെ ചിരിഞ്ഞ് ഉണക്കിയെടുത്തപ്പോൾ ഏകദേശം ആ പെയിൻറ്റ് ബക്കറ്റിൽ 2 ബക്കറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ നെല്ല് ചാക്കിലേക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉണക്കി. അപ്പോഴേക്കും മോളവിടെ ഷീറ്റിൽ വന്ന് കാവലിരിപ്പായി. അവൾക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വാരലും മണ്ണ് വാരാൻ ഇഷ്ടമാണ്. അപ്പോൾ നെല്ല് വാരാൻ ഇങ്ങനെ ഷീറ്റിലൊക്കെ കിടക്കണ കാണുമ്പോൾ അത് വാരാൻ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുഞ്ഞു കുട്ടികളത് അവരൊന്ന് ചെയ്ത് നോക്കാനായിട്ടുള്ള പ്രായമാണല്ലോ. വലുതാകുമ്പോഴല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് കാണിക്കുക. ഇപ്പം അവർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതാണോ വലുതാണോ എന്നില്ല, അത് അവർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇതാണല്ലോ തോന്നുക. അപ്പോൾ അവളും അപ്പച്ചൻ വൈക്കോലൊക്കെ പറക്കി കളയുമ്പോൾ അവളും അതുപോലെ വൈക്കോലും കാര്യങ്ങളൊക്കെ പറക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളത് ചാക്കിലാക്കി. അപ്പോൾ ഹസ്ബൻഡ് ചാക്കിലാക്കുമ്പോൾ അവൾ വന്ന് ഒരു പിടി നെല്ലും ഒക്കെ ഇങ്ങനെ വാരി അതിലേക്ക് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വളരെ പേടിയായിരുന്നു, കാരണം ഞാൻ നെല്ല് കൊണ്ട് പോയിട്ട് പുറത്തേക്ക് ഇടുക പോകുന്നു. അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. ആൾ അത് കറക്റ്റായിട്ട് ചാക്കിൽ തന്നെയാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ട് മോളങ്ങോട്ട് മാറിപ്പൊക്കോളൂ, അതിൻ്റെ പൊടി അങ്ങനത്തെ ഒരു മണവും അതുണ്ടാവുമല്ലോ, അത് മുഖത്താവണ്ട, നീരുവീഴ്ച ഉണ്ടാവും എന്നൊക്കെ. ഓൾറെഡി ചെറുതായിട്ട് ആൾക്ക് നീരുവീഴ്ചയൊക്കെ ഉണ്ട്, അപ്പോൾ അത് കൂടുതലാവണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും കുട്ടികളല്ലേ, അവർ കേൾക്കണ്ടേ, അവർ അപ്പനെ സഹായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്രയൊക്കെ പതിരാണ് കേട്ടോ കിട്ടിയത്. പതിര് ഒരുപാട് പതിരാണ് ഇങ്ങനെ വേസ്റ്റായി പോയി. നമ്മുടെ നെല്ല് കുറവും പതിരുകൾ കൂടുതലുമാണ് കേട്ടോ. അങ്ങനെ മോളും പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. അപ്പോൾ അവളും ബക്കറ്റിൽ ഇങ്ങനെ പറക്കിയിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷീറ്റൊക്കെ മടക്കി വെച്ചു. അടുത്ത ഒരു വർക്കാണ് കൊപ്ര ഉണക്കൽ കേട്ടോ. അപ്പോൾ ഇന്ന് 2 പണി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കൊപ്ര ഉണക്കലും ഉണക്കി അത് വെട്ടി കഷ്ണങ്ങളാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കത് വെളിച്ചെണ്ണയാക്കാമല്ലോ. അപ്പോൾ മോനും ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പം മോൻ കൊപ്ര ബക്കറ്റിലാക്ക് അവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞപ്പോൾ മോന് ഭയങ്കര മടിയായിട്ടാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പം അമ്മമാരുടെ കയ്യിൽ നിന്ന് നല്ല ചീത്ത ഡോസ് അവന് കേൾക്കുന്നുണ്ടായിരുന്നു. പ്ലാവിലെടുക്കണം, നിന്നെക്കൊണ്ട് ഇപ്പം ഇതൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും, ഇപ്പോഴേ മടി കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? നമ്മളെക്കൊണ്ട് പറ്റണ കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്ത് തുടങ്ങിയാലോ നമ്മൾ വലുതാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ മടി പിടിച്ച് ഉറക്കം തന്നെയാവും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ തന്നെ വേഗം ആൾ അത് ബക്കറ്റിലേക്ക് പറക്കിയിടുന്നുണ്ട് കേട്ടോ. എൻ്റെ 3ാമത്തെ ആൾ അപ്പൻ്റെ അടുത്ത് വളരെ അടുത്ത് തന്നെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ വെട്ടോത്തി അടുത്തായ കാരണം കൊണ്ട് മോളോട് പറഞ്ഞു മോൾ അങ്ങോട്ട് നീങ്ങി പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് നീങ്ങിപ്പോയി. വലിയ നീങ്ങിപ്പോക്കലൊന്നുമില്ല, പിന്നെയും വന്നിരിക്കും. അവൾക്ക് ഇത് ചെയ്യണം എന്ന് പറയാം. കൊപ്ര അവൾക്കും വെട്ടിയ കൊള്ളാമെന്നുണ്ട്.
വലുതാവുമ്പോൾ ഇവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെയ്ത് തന്നാൽ ഭാഗ്യം എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഉള്ള ജനറേഷനിൽ വരുന്ന മക്കളൊക്കെ. അപ്പോൾ ഇപ്പം ചെയ്യാൻ ഭയങ്കര അവരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പം അവൾ വീണ്ടും വന്നിരിക്കുന്നുണ്ട്. മോൻ കൊപ്രയൊക്കെ കൊണ്ടുവന്ന് ഇട്ടുതന്നു കേട്ടോ സഹായിക്കാനായിട്ട്. അപ്പോൾ അവൾ വീണ്ടും വന്നിരുന്നു. വെട്ടോത്തിയൊക്കെ എടുത്തു കേട്ടോ. 2 വെട്ടോത്തി ഉണ്ടായിരുന്നു. ഒരു വെട്ടോത്തി ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വീണ്ടും വെട്ടോത്തിയൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവളോട് ഞാൻ പറഞ്ഞു, ഒന്ന് പോയി തരൂ പൊന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നെ പിന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മൊബൈൽ വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു അവൾ. അപ്പോൾ അതൊന്ന് തിരിച്ച് വെച്ച് തന്നു ഞങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അത് തിരിച്ച് വന്ന് ചെന്നപ്പോൾ ഞങ്ങളുടെ മനോഹരമായ ആകാശമാണ് കേട്ടോ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡും ഞാനും വെട്ടലങ്ങോട്ട് നല്ല തകൃതിയായിട്ട് വെട്ടി തുടങ്ങിയിട്ട്. അപ്പം മഴ വരുമ്പോഴേക്കും നമുക്കിതൊക്കെ വെട്ടി സെറ്റാക്കിയാലാണല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 10 കിലോ വെളിച്ചെണ്ണ എന്തായാലും കിട്ടും കേട്ടോ. അത് വെട്ടി കഴിഞ്ഞ് നമുക്ക് മാക്സിമം 15 കിലോ കൊപ്ര ഉണ്ടാവും. അപ്പോൾ ആട്ടി കഴിഞ്ഞൊരു 10 കിലോ വെളിച്ചെണ്ണ നമുക്ക് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഹസ്ബൻഡും ഞാനും വർത്തമാനം പറഞ്ഞിട്ടാണ്, നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അവിടെ സംസാരിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നീങ്ങിപ്പോവുമല്ലോ. അപ്പോൾ മക്കളവിടെ ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വെളിച്ചെണ്ണ പിറ്റേ ദിവസം ആട്ടിയിട്ടാം. അപ്പോൾ ഏകദേശം 10 ലിറ്ററോളം വെളിച്ചെണ്ണ ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ്. അപ്പോൾ 10 ലിറ്റർ ശുദ്ധമായ വെളിച്ചെണ്ണ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ ആട്ടുമ്പോൾ പ്രത്യേക ഒരു മണവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ വാങ്ങണ വെളിച്ചെണ്ണയിൽ കൂട്ടാൻ കാച്ചുമ്പോൾ ആ മണം കിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ വെളിച്ചെണ്ണയും നെല്ല് തവിടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തവിടും നെല്ല് പച്ച കുത്തിയതൊക്കെ കാണിച്ചു തരാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ, സി യു. കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈക്കും ചെയ്യാം.